നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത രണ്ടാം റീച്ചിൽ നിർമ്മാണ പ്രവൃത്തികളിൽ വ്യാപക പരാതി. ബെവിഞ്ചയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വീട് പൊളിക്കാനെത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ഗാസയുടെ പേരുകൾ വായിച്ച് കാസർഗോഡ്. സാംസ്കാരിക സംഗമം. ഗാസയിൽ നടക്കുന്ന വംശഹത്യയ്ക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരായ ഐക്യദാർഢ്യ പ്രഖ്യാപനമായി മാറി. തൃക്കരിപ്പൂരിൽ RJD കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നടന്നു. 60 വയസ്സ് പിന്നിട്ടാൽ സംസ്ഥാന നേതൃത്വത്തിൽ തുടരാൻ തനിക്ക് താൽപര്യമില്ലെന്ന് MV ശ്രേയാംസ് കുമാർ. സബ് ജൂനിയർ ദേശീയ ടെന്നിക്കോയിഡ് ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ നടക്കും. വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. വടക്കേ മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പുത്തനുണർവേകി. KMCT കാസർഗോഡ് ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ക്യാമ്പസ് നാടിന് സമർപ്പിച്ചു. കാസർഗോഡിന് ഉത്സവ നിറവേകി ഭീമ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു. സിനിമാ താരം അനുശ്വര രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കല്ലുമ്മക്കായ കർഷകർ. കവ്വായിക്കായലിൽ വിത്തിറക്കൽ തുടങ്ങി. വാർത്തകൾ വിശദമായി. ദേശീയപാത രണ്ടാം റീച്ചിൽ നിർമ്മാണ പ്രവൃത്തികളിൽ വ്യാപക പരാതി. ബെവിഞ്ചയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വീട് പൊളിക്കാനെത്തിയ സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. ജില്ലാ കളക്ടറുടെ ഇടപെടലിനെ തുടർന്നാണ് താത്കാലികമായി പ്രവൃത്തികൾ നിർത്തിവച്ചത്. നഷ്ടപരിഹാര തുക നൽകാതെ വീട് പൊളിക്കാൻ എത്തിയെന്നാണ് ആരോപണം. സംഭവത്തിനിടെ കുടുംബത്തിലെ അംഗം ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ഏറെ നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു. ബെവിഞ്ചയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വീട് പൊളിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ആത്മഹത്യാ ഭീഷണിയുമായി കുടുംബം എത്തിയത് ഏറെ നാടകീയങ്ങൾക്ക് വഴിവെച്ചു. വീടിന് മുകളിൽ ഗ്യാസ് സിലിണ്ടറുമായി എത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു. പ്രതിഷേധം സംഘർഷാഭരിതമായതോടെ നിർമ്മാണ പ്രവൃത്തികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. ബെവിഞ്ചയിലെ ബഷീറിന്റെ വീടിന്റെ ഒരു ഭാഗം പൊളിച്ചുമാറ്റാനായാണ് നിർമ്മാണ കമ്പനി അധികൃതർ എത്തിയത്. ഇതേ തുടർന്ന് കുടുംബത്തിലെ ഒരംഗം വീടിന് മുകളിൽ ഗ്യാസ് സിലിണ്ടറും ഡീസൽ കുപ്പിയും വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു. JCB ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുമായാണ് കമ്പനി അധികൃതർ എത്തിയത്. നിർമ്മാണ പ്രവർത്തികൾക്ക് കോടതി സ്റ്റേ നൽകിയിട്ടുണ്ടെന്നും നഷ്ടപരിഹാര തുക മുഴുവൻ അനുവദിക്കാതെ വീട് പൊളിക്കാൻ സമ്മതിക്കില്ലെന്നും കുടുംബം വാദിച്ചു. പ്രതിഷേധവുമായി പ്രദേശവാസികൾ കൂടി എത്തിയതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടായി. 1,28,00,000 രൂപ നഷ്ടപരിഹാരം സംബന്ധിച്ച തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണം. തുക നൽകിയാൽ വീട് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് പറഞ്ഞു. തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് താത്കാലിക പരിഹാരമായത്. വീടിന്റെ മുൻഭാഗം പൊളിക്കില്ലെന്നും കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാമെന്നുള്ള ഉറപ്പിനെ തുടർന്നാണ് സംഘർഷത്തിന് അയവ് വന്നത്. വിദ്യാനഗർ പോലീസിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെർക്കള. കാസർഗോഡ് നടന്ന ഗാസയുടെ പേരുകൾ വായിക്കുന്നു എന്ന സാംസ്കാരിക സംഗമം ഗാസയിൽ നടക്കുന്ന വംശഹത്യയ്ക്കും അവിടെ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരായ ഐക്യദാർഢ്യ പ്രഖ്യാപനമായി മാറി. പ്രശസ്ത കഥാകൃത്ത് NS മാധവൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ വേദനയോടെ വായിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്ത പരിപാടി കാസർഗോഡിന്റെ സായാഹ്നത്തെ വികാരനിർഭരമാക്കി. ചിന്ത രവി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട 18,000 നിരപരാധി കുട്ടികളുടെ പേരുകൾ വായിക്കുന്ന സംസ്ഥാനതല പരിപാടിയായ ഗാസയുടെ പേരുകൾ വായിക്കുന്നു എന്ന സംഗമത്തിന്റെ കാസർഗോഡ് പതിപ്പാണ് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ നടന്നത്. അഡ്വക്കേറ്റ് PVK നമ്പൂതിരി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലും കാസർഗോഡ് നഗരത്തിലെ സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇസ്രയേൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ ഈ കുട്ടികളുടെ ഓർമ്മയ്ക്കായി സമാധാനവും മനുഷ്യാവകാശ സംരക്ഷണവുമെന്ന ശക്തമായ സന്ദേശമുയർത്തിയാണ് സംഗമം നടന്നത്. ഗാസയിലുണ്ടായത് സമാനതകളില്ലാത്ത കൊടും ക്രൂരതകളാണെന്നും അവിടെ കൊല്ലപ്പെട്ട 20,000-ഓളം വരുന്ന കുട്ടികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതോ വിഭാഗീയതയെക്കുറിച്ചാണ് പറയുന്നതെന്ന് സയനിസ്റ്റുകൾ വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തവേ പ്രശസ്ത കഥാകൃത്ത് NS മാധവൻ പറഞ്ഞു. ഗാസയിലെ ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോഴും പ്രതിഷേധിക്കുമ്പോഴുമെല്ലാം കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ഈ കൊടും ക്രൂരതയെ ന്യായീകരിക്കുവാനാണ് സയനിസ്റ്റുകൾ ശ്രമിക്കുന്നതെന്നും NS മാധവൻ പറഞ്ഞു. ഒരു വ്യാപകമായിട്ടുള്ള, അതായത് ഗസയുടെ കുട്ടികളെ പറ്റി സംസാരിക്കുന്നത്
ഏതോ വിഭാഗീയ ചിന്തയുടെ ഭാഗമാണെന്നുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിടാൻ സയോണിസ്റ്റുകൾക്ക് കഴിഞ്ഞു. അത് ചിന്തിക്കാതെ നമ്മുടെ നാട്ടിലെ പലരും അവരുടെ ചില പൂർവാഗ്രഹങ്ങൾ കൊണ്ട് ഏറ്റെടുക്കുകയും ചെയ്തു. പ്രമുഖ മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും ജനങ്ങൾക്കും കുട്ടികൾക്കും പ്രത്യേകിച്ച് പോഷകാഹാരം ലഭിക്കാനും വേണ്ടി ഞങ്ങൾ എന്തുതരം സംഭാഷണത്തിനും തയ്യാറാണ് എന്നാണ് ഇന്ന് പലസ്തീൻ അംബാസഡർ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നത് ഇപ്പോഴും തുടരുന്ന ഗസയിലെ കൊടും ആക്രമണങ്ങളും ഇസ്രായേൽ അതിൻ്റെ നരനായാട്ട് അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. PVK പനയാൽ, EP രാജഗോപാലൻ, അഡ്വക്കേറ്റ് AG നായർ, മാധവൻ പുറച്ചേരി, സുറാബ്, രവീന്ദ്രൻ കൊടക്കാട്, അഡ്വക്കേറ്റ് C ശുക്കൂർ, A മാധവൻ, C നാരായണൻ, അഡ്വക്കേറ്റ് PM ആരതി, ഡോക്ടർ PM ആതിര, പത്മനാഭൻ ബ്ലാത്തൂർ, AS മുഹമ്മദ് കുഞ്ഞി, KM ഹനീഫ്, CP ശുഭ, നാരായണൻ പേരിയ, ജയൻ മാങ്ങാട്, ഡോക്ടർ P പ്രഭാകരൻ, TV ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. NS മാധവൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്ന് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ വേദനയോടെ വായിച്ചു. ഖലിയ മുഹമ്മദ് മൗസ അസലിയ, സീന സമി മുഹമ്മദ് അൽ ബഗ്ദാദി, സമ്മാൻ ഇസ്സം നയഫ് അല്ലത്ത, അവാദ് ഹസൻ, അവാദ് അബ്ദുൽ വഹാബ്, ഹംസാർ ഫദി, ഖാമിസ് തൻബോറ, ലിമ തൽ നഫിക് അൽ ജുണ്ടി, മറിയം അഹമ്മദ് മുടി അബൂക്കസ്, മഹാബ് മുഹമ്മദ് അദൻ അൽ ദഗായി, അദ്നാൻ മുഹമ്മദ് അദ്നാൻ കസബല്ല, സലാമ അബ്ദുൽ കരീം, സലാമ അൽ കലൂത്ത്, മുസബ് മുഹമ്മദ് അബ്ദുൽ ഹാദി അസബല്ല, ഗാനി അഹമ്മദ് സിയാദ് മുസ്തഫ, ഇസ്മായിൽ അസാം അൽദിൻ, ഇസ്മായിൽ അബ്ദുൽ റബ്ബ്, ലെന ഹാസിൻ റഫീഖ് അബ്ദുസോർ, മരിയ നുമാൻ സുലൈമാൻ ഹബൂഷ്, ഹംസ ഷാദി സമി അൽ മൗദിൻ, ഇനാസ് വയൽ രാജേബ് ഉബൈദ്, മെഹമ്മൂദ് മുഹമ്മദ് ഐഷ് ഹമീദ്, അഹമ്മദ് നദീർ സാക്കി അബു നാജി. ഏതോ നാട്ടിലെ കുട്ടികളാണെങ്കിലും അവരനുഭവിച്ച വേദനകൾ ഹൃദയത്തിൽ ആവാഹിച്ചാണ് പരിപാടിയിൽ പങ്കെടുത്തവർ ഗാസയിലെ കുരുന്നുകളുടെ പേര് വായിച്ച് ഐക്യദാർഢ്യമേകിയത്. കാസർഗോഡിൻ്റെ സായാഹ്നത്തെ വികാരനിർഭരമാക്കിയ ഈ പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാങ്ങ നൽകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി 4.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 55-കാരന് ജീവപര്യന്തം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കൊല്ലം ചിതറ സ്വദേശിയും കാസർഗോഡ് മാന്യയിലുള്ള ക്വാർട്ടേഴ്സിലെ താമസക്കാരനുമായ S രാജീവനെയാണ് കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ അധിക തടവ് അനുഭവിക്കണം. പതിയെടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന കുട്ടിയെ മാങ്ങ നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച പ്രതി മാന്യയിലുള്ള തന്റെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയ കേസിലാണ് ശിക്ഷ. കൊല്ലം ചിതറ സ്വദേശിയും മാന്യയിലുള്ള ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ S രാജീവനെയാണ് ശിക്ഷിച്ചത്. ജീവപര്യന്തം കഠിന തടവും 22 വർഷം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 12 മാസം അധിക കഠിന തടവും അനുഭവിക്കണം. ഓഗസ്റ്റ് 15 കേസിനാസ്പദമായ സംഭവം. കാസർഗോഡ് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാനുവാണ് ശിക്ഷ വിധിച്ചത്.
ബദിയടുക്ക പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ ബദിയടുക്ക ഇൻസ്പെക്ടറായിരുന്ന അശ്വത് എസ് കരൺമയിലാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AK പ്രിയ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പോക്സോ കേസിൽ പ്രതിക്ക് 20 വർഷവും 6 മാസവും കഠിന തടവും 16,000 രൂപ പിഴയും ശിക്ഷ. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് പ്രതി മൂളിയാർ സ്വദേശി നിത്യാനന്ദനെ ഹോസ്ദുർഗ് ഹോക്സോ കോടതി ശിക്ഷിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 20 വർഷവും 6 മാസവും കഠിന തടവും 16,000 രൂപ പിഴയും ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 8 മാസം അധിക തടവ് അനുഭവിക്കണം. മുളിയാർ പൈക്ക റോഡിലെ നിത്യാനന്ദനെയാണ് ഹോസ്ദുർഗ് സ്പെഷ്യൽ കോർട്ട് ഫോർ ദ ട്രയൽ ഓഫ് ഒഫൻസസ് അണ്ടർ പോക്സോ ആക്ട് ജഡ്ജ് PM സുരേഷ് ശിക്ഷ വിധിച്ചത്. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ പ്രതി 2023 ജൂലൈ മാസം 21-ാം തീയതി ആൾതാമസമില്ലാത്ത കെട്ടിടത്തിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ്. ആദൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിരുന്ന അനിൽകുമാറാണ്. പ്രോസിക്യൂഷനു വേണ്ടി ഹോസ്ദുർഗ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ A ഹാജരായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 60 വയസ്സ് പിന്നിട്ടാൽ സംസ്ഥാന നേതൃത്വത്തിൽ തുടരാൻ തനിക്ക് താൽപര്യമില്ലെന്ന് രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ RJD കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 58 വയസ്സ് പൂർത്തിയായ തനിക്ക് അത് പറയുന്നതിൽ മടിയില്ലെന്നും വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കണ്ടുമടുത്ത മുഖങ്ങൾ തന്നെ വീണ്ടും സ്ഥാനാർത്ഥികളായി വരുന്നത് ശരിയല്ലെന്നും MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. കഴിവുള്ള യുവാക്കളെയും സ്ത്രീകളെയും നേതൃനിരയിലേക്ക് വളർത്തിക്കൊണ്ടുവരണം. JDSS പ്രവർത്തകർ പോലുമില്ലാത്ത മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയാവാൻ നിയമസഭാ സീറ്റ് നൽകിയിട്ടുണ്ടെന്നും ഇതിന് തടയിടാൻ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തനങ്ങൾ നടത്തുക മാത്രമാണ് പ്രതിവിധിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ സ്പെഷ്യൽ ട്രെയിൻ പിടിക്കേണ്ട അവസ്ഥയിലാണ് ആ പാർട്ടിയെന്നും ശ്രേയാംസ് കുമാർ പരിഹസിച്ചു. കൺവെൻഷനിൽ RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി K ലോഹ്യ, ദേശീയ കൗൺസിൽ അംഗം M കുഞ്ഞമ്പാടി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ EV ഗണേശൻ, അഹമ്മദ് അലി കുമ്പള, ജില്ലാ ഭാരവാഹികളായ സിദ്ദിഖ് അലി മൊഗ്രാൽ, EV ഗണേശൻ, അഡ്വക്കേറ്റ് KV രാമചന്ദ്രൻ, പനങ്കാവ് കൃഷ്ണൻ, K അമ്പാടി, VV പുരുഷോത്തമൻ, MJ ജോയ്, സംസ്ഥാന കമ്മിറ്റി അംഗം സിദ്ദിഖ് റഹ്മാൻ, മഹിളാ ജനത സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രമാദേവി, വൈസ് പ്രസിഡന്റ് TV ഷീജ, മഹിളാ ജനത ജില്ലാ പ്രസിഡന്റ് T അജിത, രാഷ്ട്രീയ യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് M മനു, RJD മണ്ഡലം പ്രസിഡന്റുമാരായ PV തമ്പാൻ, UK ജയപ്രകാശ്, മുഹമ്മദ് സാലി കാസർഗോഡ്, തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് E ബാലകൃഷ്ണൻ, K ചന്ദ്രൻ, M മായാകുമാരി, K പവിത്രൻ, AK സുജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. എയിംസ് കാസർഗോഡ് ജനകീയ കൺവെൻഷൻ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ആരോഗ്യ പിന്നോക്കാവസ്ഥ പഠിക്കാൻ കേന്ദ്രം ഒരു ഉന്നതതല സംഘത്തെ അയക്കണമെന്നും ജില്ലയ്ക്ക് എയിംസ് അനുവദിക്കേണ്ടതിന്റെ ആവശ്യകത ആ സംഘത്തിന് ബോധ്യം വരുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. എയിംസ് കാസർഗോഡ് ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിലേതെങ്കിലും ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യണോ, പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യണോ, അതല്ല മംഗലാപുരത്തേക്ക് റെഫർ ചെയ്യണോ? പാവപ്പെട്ട കാസർഗോഡുകാർക്ക് ഏറ്റവും എളുപ്പമുള്ളത് കോഴിക്കോട് കണ്ണൂരും നല്ല മംഗലാപുരമാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ എല്ലാവരും പറയും മംഗലാപുരത്തേക്കാണ്. മംഗലാപുരത്തേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊടുക്കാൻ ബില്ല് ഇല്ലാത്തത് കൊണ്ട് പലരും കിടപ്പാടം ചെയ്തതി കൊടുക്കേണ്ട അവസ്ഥയാണ്. ഭീമമായ ബില്ലുകളാണ് വരുന്നത്. പക്ഷെ നിവർത്തിയില്ല. സ്വന്തം ജീവനിൽ താല്പര്യമില്ലാത്ത ആരോഗ്യമുണ്ടോ? മരണത്തിൽ നിന്ന് അതിജീവിക്കാൻ ജീവൻ നിലനിർത്താൻ. എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് B പ്രദീപ് കുമാർ, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള, ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് SP ഷാജി,
എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ, CMP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V. കമ്മാരൻ, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് മുബാറക് ഹസൈനാർ ഹാജി, മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത്, ഹിന്ദു ഐക്യവേദി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇന്ദുലേഖ, മുൻ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർമാൻ V. ഗോപി, എൻഡോസൾഫാൻ പീഡിത മുന്നണി ചെയർമാൻ KB മുഹമ്മദ് കുഞ്ഞി, ധീവരസഭ ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ കീഴൂർ, ടൗൺ മസ്ജിദ് ഖത്തീബ് അബ്ദുള്ള സഖാഫി, തീയ മഹാസഭ ജില്ലാ ജനറൽ സെക്രട്ടറി KB പ്രസാദ്, HDPI മണ്ഡലം പ്രസിഡന്റ് സുലൈമാൻ, മുംബൈ കാസർഗോഡ് ജില്ലാ കൂട്ടായ്മ ഭാരവാഹി മുഹമ്മദ് കുഞ്ഞി, AK പ്രകാശ്, തോമസ് T എന്നിവർ സംസാരിച്ചു. മുരളീധരൻ പടന്നക്കാട് സ്വാഗതവും ശ്രീനാഥ് ശശി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വടക്കേ മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പുത്തനുണർവേകി KMCT കാസർഗോഡ് ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചു. മാന്യയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ ക്യാമ്പസ് പ്രൗഢമായ ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ക്യാമ്പസ് നാടിന് സമർപ്പിച്ചു. KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പുതിയ ക്യാമ്പസ് വഴി കാസർഗോഡ് ജില്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മകൾക്കാണ് പരിഹാരമുണ്ടായിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളിലൊന്നായ KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ 7ാമത്തെ ക്യാമ്പസിൻ്റെയും ക്യാമ്പസിലെ ആദ്യ കോളേജ് KMCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെയും ഉദ്ഘാടന കർമ്മം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ കഴിവുകൾ പരമാവധി വളർത്തിയെടുക്കുവാനും കേരള സർക്കാർ ഒട്ടനവധി ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും KMCT സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള ഇടപെടലുകളെ സജീവമായി പിന്തുണയ്ക്കുന്ന സ്ഥാപനമാണെന്നും മന്ത്രി പറഞ്ഞു. KMCT 1999 സ്ഥാപിതമായത് എന്നിട്ട് നമ്മളിൽ പലർക്കും അറിയാം. കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് എന്നീ ജില്ലകളിലേക്ക് KMCT ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ്. 7 ക്യാമ്പസുകളിലായി 27ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ KMCTക്കുണ്ട്. 150ലധികം കോഴ്സുകളിൽ 12,000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിപുലമായ ശൃംഖലയാണ് KMCTയുടേത്. കാസർഗോട്ടെ ഈ പുതിയ ക്യാമ്പസ് KMCTയുടെ വളർച്ചയുടെ കാൽവെപ്പാണ്. അതോടൊപ്പം കാസർഗോഡ് ജില്ലക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും ഇത് ഏറെ ഗുണകരമായി മാറും. KMCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് വളർച്ചയിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഡോക്ടർ നവാസിന്റെ കഠിന ശ്രമമാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിൻ്റെ കഠിന ശ്രമമാണ് KMCTയെ ഈ നിലയിലേക്ക് വളർന്ന് മുന്നോട്ട് വരുന്നതിന് കാരണമായി മാറിയിട്ടുള്ളത് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ നവാസ് KM സ്വാഗതം പറഞ്ഞു. സ്ഥാപക ചെയർമാൻ ഡോക്ടർ K. മൊയ്തു അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ക്യാമ്പസിലെ പുതിയ അക്കാദമിക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കാസർഗോഡ് MLA NA നെല്ലിക്കുന്നും, ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കർണാടക സ്റ്റേറ്റ് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ UT ഇഫ്തിഖറും നിർവഹിച്ചു. വാക്കുകളിലേക്ക് കടക്കാം. ക്യാമ്പസിലെ ആദ്യ കോളേജിലെ വിവിധ ലാബുകളുടെയും ലൈബ്രറികളുടെയും ഉദ്ഘാടനം MLAമാരായ E. ചന്ദ്രശേഖരൻ, AKM അഷ്റഫ്, CH കുഞ്ഞമ്പു, M. രാജഗോപാലൻ, KM സച്ചിൻ ദേവ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു.
മഞ്ചേശ്വരം എംഎൽഎ എ.എം. അഷ്റഫ് സാറിന്റെ വാക്കുകൾ. ഹരിപ്രസാദ് മായിപ്പാടി ജയസിംഹവർമ്മ രാജ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ടി.എം. ഷാഹിദ് തെക്കിൽ, അഡ്വക്കേറ്റ് ഐ. സജു, ശാന്ത ബി, പി.എം. കേളുക്കുട്ടി, പ്രൊഫസർ മുഹമ്മദ് അലി മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് അൻഷാദ് പി.വൈ. നന്ദി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഭാവം മൂലം വർഷങ്ങളായി വിദ്യാർത്ഥികൾക്ക് സമീപ ജില്ലകളിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വന്ന സാഹചര്യം മാറ്റുകയും പുതിയ ക്യാമ്പസിലൂടെ കാസർഗോഡിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചിലവിൽ മികച്ച വിദ്യാഭ്യാസം നൽകുകയും അതുവഴി അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്കെത്തിച്ച് ലോകോത്തര തൊഴിൽ അവസരങ്ങൾ നേടിക്കൊടുക്കുകയുമാണ് കാസർഗോട്ടെ പുതിയ ക്യാമ്പസിലൂടെ KMCT ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും AICTEയുടെ അംഗീകാരവും കോളേജിനുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡിന് ഉത്സവ നിറവേകി ഭീമ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു. മലയാളികളുടെ പ്രിയ സിനിമാ താരം അനശ്വര രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. തന്റെ സ്വതസിദ്ധമായ സംസാരത്തിലൂടെ അനശ്വര രാജൻ കാസർഗോഡിന്റെ ഹൃദയം കവർന്നു. വെള്ളിത്തിരയിൽ വിസ്മയ പ്രകടനം കാഴ്ചവെക്കുന്ന പ്രിയ താരത്തെ കാണുവാൻ നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. ഏറ്റവും മികവാർന്ന ഉപഭോക്തൃ സേവനത്തിലൂടെ കാസർഗോഡിൻ്റെ മനം കവർന്ന ഭീമ ജ്വല്ലറി ഇനി കൂടുതൽ വിശാലതയോടെയും സൗകര്യങ്ങളോടെയും സപ്തഭാഷ സംഗമഭൂമിക്ക് പൊന്നിൻ പ്രൗഢിയേകും. കാസർഗോഡിന് ഉത്സവ നിറവേകിയാണ് ഭീമ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം നടന്നത്. മലയാളികളുടെ പ്രിയ സിനിമാ താരം അനശ്വര രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൻ്റെ സ്വതസിദ്ധമായ സംസാരത്തിലൂടെ അനശ്വര രാജൻ കാസർഗോഡിൻ്റെ ഹൃദയം കവർന്നു. ഭീമയിൽ എൻ്റെ എപ്പോഴും ഞാൻ ജ്വല്ലറി സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഭീമയാണ്. എനിക്ക് ഒരുപാട് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോഴ്സിൽ. ഒരുപാട് യൂണീക്ക് കളക്ഷൻസ് ഉള്ള, ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻ ആണെങ്കിലും ബ്രൈഡൽസിനാണെങ്കിലും എല്ലാം ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു ജ്വല്ലറിയാണ് ഭീമ. സോ ഒരുപാട് പ്രാവശ്യം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഫ്രീ ആകുമ്പോൾ എവിടെയും ഭീമയുടെ സ്റ്റോഴ്സൊക്കെ വിസിറ്റ് ചെയ്യാം. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് ഫോർ ഹാവിങ് മീ ഹിയർ. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. വെള്ളിത്തിരയിൽ വിസ്മയപ്രകടനം കാഴ്ചവെക്കുന്ന പ്രിയ താരത്തെ കാണുവാൻ നാടൊന്നാകെയാണ് കാസർഗോഡ് ഭീമയിലേക്ക് ഒഴുകിയെത്തിയത്. ഭീമ ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ സുഹാസ് MS, ഡയറക്ടർമാരായ ഗായത്രി സുഹാസ്, നവ്യ സുഹാസ് എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ഷോറൂം മാനേജർ അമർനാഥ്, മാർക്കറ്റിംഗ് മാനേജർ ശ്രീജിത്ത്, കോപ്പറേറ്റീവ് ജനറൽ മാനേജർ കൃഷ്ണൻ, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് മാനേജർ വിനോദ് കുമാർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. നവീകരിച്ചതോടെ വൈവിധ്യങ്ങളാൽ സവിശേഷതയേകുന്ന കാസർഗോഡ് ഭീമയുടെ വിശാലമായ ഷോറൂം വടക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റീറ്റെയിൽ ജ്വല്ലറി ഷോറൂമായി മാറിയിരിക്കുകയാണ്. അത്യാധുനിക സംവിധാനങ്ങളോടെ ഒരുക്കിയ വിശാലമായ ഭീമ ഷോറൂം ഒരു അന്താരാഷ്ട്ര ഗോൾഡ് ഷോപ്പിംഗ് അനുഭവമായിരിക്കും ഉപഭോക്താക്കൾക്ക് പകർന്നു നൽകുക. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് വേണ്ടി മാത്രം സെലന്റ് എന്ന ബ്രാൻഡ് കൂടി ഭീമ കാസർഗോട്ട് തുടങ്ങിയിട്ടുണ്ട്. വിപുലീകരിച്ച ഗോൾഡ്, ആൻറ്റിക്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണിയും ഭീമയിൽ ഒരുക്കിയിട്ടുണ്ട്. പാരമ്പര്യത്തിനും ആധുനികതയ്ക്കും തുല്യ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഭീമയുടെ പുതിയ ഷോറൂം ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് ഭീമ ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ സുഹാസ് MS KCN ന്യൂസിനോട് പറഞ്ഞു. പുതിയ ഷോറൂമാണ്. ഐ തിങ്ക് നോർത്ത് കേരള തന്നെ വലിയ ഷോറൂമാണ്. അപ്പോൾ വി ഹാവ് ഹ്യൂജ് കളക്ഷൻസ്. പിന്നെ നല്ല രീതിയിൽ ഓഫേഴ്സ് ഉണ്ട്. ഒത്തിരി കളക്ഷൻസ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അല്ലാത്ത വി ഹാവ് ലോഞ്ച് സെലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 18 ക്യാരറ്റിൻ്റെ ജ്വല്ലറി കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അനന്തപത്മനാഭ സ്വാമിയുടെ ഐഡൽ 6 കിലോയുടെ ഒരു ഐഡൽ 500 ക്യാരറ്റ്സിൻ്റെ ഡയമണ്ട്സ് വെച്ചിട്ടുള്ള ഐഡൽ കൂടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സ് വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് വിവിധ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. 50,000 വരെ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിലെ ഇളവ്, കാരറ്റിന് 20,000 രൂപ വരെ ഡയമണ്ടിനുള്ള കിഴിവ്, പഴയ സ്വർണം മാറ്റിവാങ്ങുമ്പോൾ ഓരോ പവനും 1000 രൂപ അധികം നേടുവാൻ അവസരം, ഓരോ പർച്ചേസിനും ഉറപ്പുള്ള സമ്മാനങ്ങൾ, ഒപ്പം തിരഞ്ഞെടുത്ത സിൽവർ, പ്ലാറ്റിനം ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങുവാനുള്ള അവസരം തുടങ്ങിയ വൻ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഓഫറുകൾ 9-ാം തീയതി വരെ ലഭ്യമാണ്. ഭീമയുടെ കാഞ്ഞങ്ങാട് ഷോറൂമിലും ഈ ഓഫറുകൾ ലഭിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
സബ് ജൂനിയർ ദേശീയ ടെന്നിക്കോയിറ്റ് ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ നടക്കും. ഡിസംബർ 22 മുതൽ 26 വരെ സെന്റ് പോൾസ് AUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. 20-ൽ പരം സംസ്ഥാനങ്ങളിൽ നിന്നായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടെന്നിക്കോയിറ്റ് ടീമുകൾ 37ാമത് സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കാൻ തൃക്കരിപ്പൂരിലെത്തും. 250-ൽ പരം താരങ്ങളും 75ഓളം ഒഫീഷ്യലുകളും പങ്കെടുക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിന്റെ ഒരുക്കങ്ങൾ തൃക്കരിപ്പൂരിൽ തുടങ്ങി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ഉദ്ഘാടനം ചെയ്തു. ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മടിയൻ രവി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ഗ്രാമപഞ്ചായത്ത് അംഗം E ശശിധരൻ, RDO K ബാലഗോപാലൻ, ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടറി KV ബിജു, ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്യാമ സ്വാമിനാഥൻ, ജില്ലാ സെക്രട്ടറി K നിശാന്ത് കുമാർ, K ജയജിത്ത്, MV സുകുമാരൻ, കരീം ചന്ദേര, VV കൃഷ്ണൻ, AG നൂറുൽ അമീൻ, KV ഗോപാലൻ എന്നിവർ സംസാരിച്ചു. VK ഭാവ ചെയർമാനും മടിയൻ രവി മാസ്റ്റർ വർക്കിംഗ് ചെയർമാനും KV ഗോപാലൻ ജനറൽ കൺവീനറും KV ബിജു ഓർഗനൈസിംഗ് സെക്രട്ടറിയും K നിശാന്ത് കുമാർ ഓർഗനൈസിംഗ് കൺവീനറും TV ബാലൻ ചീഫ് കോഓർഡിനേറ്ററും K ജയജിത്ത് ട്രഷററുമായി 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കവ്വായി കായലിൽ കല്ലുമ്മക്കായ കർഷകർ വിത്തിറക്കൽ തുടങ്ങി. വലിയപറമ്പ്, പടന്ന, തൃക്കരിപ്പൂർ പഞ്ചായത്തുകളിലുള്ള 100 കണക്കിന് കർഷകരും സ്വയം സഹായ സംഘങ്ങളുമാണ് കായലിൽ കൃഷിയിറക്കി വരുന്നത്. തീരദേശ പഞ്ചായത്തുകളിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗമായ കല്ലുമ്മക്കായ കൃഷി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനവും ഇടനിലക്കാരുടെ ചൂഷണവും കർഷകർക്ക് വെല്ലുവിളിയാകാറുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം നല്ല വിളവ് ലഭിച്ചത് ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിലാണ് വ്യാപകമായ തോതിൽ കല്ലുമ്മക്കായ കൃഷി നടത്തിവരുന്നത്. കൃഷിക്കനുയോജ്യമായ ലവണാംശം ഏറിയ ഓരുജലമുള്ള കവ്വായി കായലിൽ സംഘങ്ങളായും വ്യക്തികൾ സ്വന്തം നിലയ്ക്കുമായി ആയിരക്കണക്കിന് ഹെക്ടർ വിസ്തൃതിയിൽ കൃഷി നടത്തിവരുന്നുണ്ട്. കടുത്ത ചൂട് കാരണം പ്രായമെത്തുന്നതിന് മുൻപ് തന്നെ തോട് പൊട്ടി വാപ്പിളർന്ന് കൃഷിനാശം സംഭവിക്കുന്നത് കർഷകരെ കണ്ണീരിലാഴ്ത്തുന്നുണ്ടെങ്കിലും ഇത്തവണയും കൂടുതൽ പേർ കൃഷിയിറക്കിയിട്ടുണ്ട്. സ്ത്രീകളാണ് കല്ലുമ്മക്കായ കൃഷിക്കായി വിത്തിറക്കുന്നതിനുള്ള ഒരുക്കങ്ങളിൽ മുന്നിലുള്ളത്. കോർത്തെടുക്കുന്ന വിത്ത് കയറുകളിൽ കായലിൽ കെട്ടി ഉയർത്തിയ മുളന്തണ്ടു കൊണ്ടുള്ള സ്റ്റേജുകളിലാണ് തൂക്കിയിടുന്നത്. നവംബറിൽ ആരംഭിക്കുന്ന കൃഷിക്കാവശ്യമായ വിത്ത് ലഭ്യമാക്കുന്നതിന് സർക്കാർ ഏജൻസികൾ ഇടപെടണമെന്ന കർഷകരുടെ ദീർഘകാലത്തെ ആവശ്യം ഇനിയും പരിഗണിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസ തന്നെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം അവർ അപേക്ഷ ഇട്ടിട്ടുണ്ട്. പിന്നെ 3 കുടുംബശ്രീക്കും പൈസ കിട്ടിയില്ല. പിന്നെ വ്യക്തികൾക്ക് കുറച്ചാക്കി അവർ അയച്ചു കൊടുത്തു. ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടണം. അത്ര നമ്മളെ വലിയപറമ്പ് പഞ്ചായത്തിൽ മാത്രമേ കിട്ടാൻ ബാക്കിയില്ല. തൃക്കരിപ്പൂർ പഞ്ചായത്തിലും മറ്റുള്ള പഞ്ചായത്തുകളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. കല്ലുമ്മക്കായയുടെ സീസൺ തുടങ്ങി. വലിയപറമ്പ് പഞ്ചായത്തിൽ അപ്പുറത്തെ കരക്ക് ഇപ്പുറത്തെ കരക്ക് ഇടാൻ തുടങ്ങി. വലിയൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇത് ഇടാൻ തുടങ്ങുന്നത്. നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ ഇന്ന് കിട്ടും. അതല്ലാതെ കാലാവസ്ഥ മാറിയിരുന്നെങ്കിൽ നമുക്കൊരു വമ്പിച്ച നഷ്ടവുമായിരിക്കും. കുടുംബശ്രീ ആയാലും വ്യക്തികളായാലും ഇതൊരു പ്രതീക്ഷ തന്നെയാണ് നമ്മളെ ഈ വലിയപറമ്പ് പഞ്ചായത്ത്. ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ ഈ ചെയ്യുന്നതും. കാലാവസ്ഥ മാത്രം ചതിച്ചാൽ നമ്മളും വരും ചതിക്കപ്പെടും. നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് നല്ലൊരു പൈസ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി ചെയ്തിട്ടുണ്ട് ഈ ഒരു പൈസ കിട്ടിയതുകൊണ്ട്. സ്വകാര്യ ഏജൻസികൾ വിത്തിന് വലിയ വില ഈടാക്കുന്നതായും ആക്ഷേപമുണ്ട്. വിത്ത് കെട്ടിവയ്ക്കുന്ന കയറ്, കായലിൽ സ്ഥാപിക്കുന്ന മുള തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള ചിലവുകളും വർദ്ധിച്ചു വരുന്നത് നല്ല വിളവും വിലയും ലഭിക്കേണ്ടതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കല്ലുമ്മക്കായ കൃഷിക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുക, വിത്തിന്റെ ഗുണമേന്മയും അളവും ഉറപ്പുവരുത്തുക, കല്ലുമ്മക്കായ സംഭരണത്തിനും സംസ്കരണത്തിനും വലിയപറമ്പിന്റെ കവാടമായ ഇടയിലക്കാട്ടിൽ സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും കല്ലുമ്മക്കായ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷം കൃഷിയിറക്കിയ ചില കർഷകർക്കും കൂട്ടായ്മകൾക്കും ഫിഷറീസ് വകുപ്പ് നൽകി വരുന്ന ധനസഹായം ലഭിച്ചില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
ഭാരതീയ അഭിഭാഷക പരിഷത്ത് കുടുംബസംഗമം നടത്തി. റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് എ ശങ്കരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഭിഭാഷകരുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് എ ശങ്കരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ഫാമിലി സംഗമത്തിൽ നിയമമാണ് കുറച്ച് കൂടുതൽ പറഞ്ഞു എല്ലാവരും പോലെ അടിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഒരു വക്കീൽ ജീവിതത്തിൽ ഫാമിലി ഇപ്പോഴൊക്കെ പറഞ്ഞല്ലോ രാത്രി 12 മണി വരെ വക്കീൽ ഓഫീസ് തന്നെയാണ് ഉണ്ടാവുക. അദ്ദേഹത്തിന് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷിപ്പാണ്. വർക്ക് ഈസ് വർഷിപ്പ്. അപ്പോൾ എല്ലാം അദ്ദേഹത്തിന് പ്രൊഫഷണൽ കൂടിയാണ് കാണുന്നത്. മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിന് അവരൊക്കെ ഇപ്പോൾ കാസർഗോഡ് തന്നെ നമുക്ക് കുറച്ച് വർഷം ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തുള്ള കുറേ വക്കീലന്മാരുണ്ടായിരുന്നു. അവർക്ക് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവർ ലീസ്റ്റ് ബോധേഡാണ്. അവർക്ക് അവരുടെ കേസിന്റെ കാര്യം മാത്രമാണ്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AC അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B രവീന്ദ്രൻ, അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് അനിൽ KG, അഡ്വക്കേറ്റ് ബീന KM, അഡ്വക്കേറ്റ് സച്ചിൻ ഷണായ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് നവീൻ രാജ് സ്വാഗതവും ഹോസ്ദുർഗ് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് A മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. 25 വർഷത്തെ വൈവാഹിക ജീവിതം പൂർത്തിയാക്കിയ അഭിഭാഷക ദമ്പതിമാരെയും മുതിർന്ന അഭിഭാഷകരെയും ചടങ്ങിൽ ആദരിച്ചു. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിലെ അഭിഭാഷകരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ കലാസാംസ്കാരിക പരിപാടികളും വിവിധ മത്സരങ്ങളും വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രപ്രദർശനം ശ്രദ്ധയാകുന്നു. ശനിയാഴ്ച മുതലാണ് ചിത്രപ്രദർശനം ആരംഭിച്ചത്. ചിത്രകാരി K മാധവി മീങ്ങോത്ത് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ചിത്രപ്രദർശനത്തിന് തുടക്കമായി. ചിത്രകാരി K മാധവി മീങ്ങോത്ത് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചിത്രകാരൻ പ്രമോദ് രാവണേശ്വരത്തിന്റെ ചിത്രം കാഞ്ഞങ്ങാട് SI സൈഫുദ്ദീൻ ഏറ്റുവാങ്ങി. ജില്ലാ പ്രസിഡന്റ് രേഖിത നാരായണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി വിനോദ് ശില്പി സ്വാഗതവും ബാലൻ കാഞ്ഞങ്ങാട് സൗത്ത് നന്ദിയും പറഞ്ഞു. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, പല്ലവ നാരായണൻ, സുകുമാരൻ പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 2ാം റീച്ചിൽ നിർമ്മാണ പ്രവൃത്തികളിൽ വ്യാപക പരാതി. ബെവിഞ്ചയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വീട് പൊളിക്കാനെത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ഗാസയുടെ പേരുകൾ വായിച്ച് കാസർഗോഡ്. സാംസ്കാരിക സംഗമം ഗാസയിൽ നടക്കുന്ന വംശഹത്യയ്ക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരായ ഐക്യദാർഢ്യ പ്രഖ്യാപനമായി മാറി. തൃക്കരിപ്പൂരിൽ RJD കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നടന്നു. 60 വയസ്സ് പിന്നിട്ടാൽ സംസ്ഥാന നേതൃത്വത്തിൽ തുടരാൻ തനിക്ക് താൽപര്യമില്ലെന്ന് MV ശ്രേയാംസ് കുമാർ. സബ് ജൂനിയർ ദേശീയ ടെന്നിക്കോയിഡ് ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂരിൽ നടക്കും. വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. വടക്കേ മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പുത്തനുണർവേകി. KMCT കാസർഗോഡ് ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ക്യാമ്പസ് നാടിന് സമർപ്പിച്ചു. കാസർഗോഡിന് ഉത്സവ നിറവേകി ഭീമ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു. സിനിമാ താരം അനശ്വര രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കല്ലുമ്മക്കായ കർഷകർ. കവ്വായിക്കായലിൽ വിത്തിറക്കൽ തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.